ഇന്റേൺഷിപ്പുകൾ സ്വന്തം കോളേജിൽ തന്നെ ചെയ്താൽ മതി എന്നുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഉത്തരവ് കാണാനിടയായി. എത്രമാത്രം അപക്വമായ നിലപാടാണ് യൂണിവേഴ്സിറ്റി സ്വീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം എന്തിനാണ് ഇന്റേൺഷിപ്പുകൾ സാധാരണ നടത്താറുള്ളത്? കുട്ടികൾ പഠിച്ച കാര്യങ്ങൾ അത് പ്രാക്ടിക്കൽ ലെവലിൽ അവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഓരോ ഇന്റേൺഷിപ്പുകൾ നൽകുന്നത്. പഠിച്ച കാര്യങ്ങൾ പ്രാക്ടിക്കൽ ആക്കുന്നതിനുള്ള അവസരങ്ങളാണ് മെയിനായിട്ടുള്ളത്. പക്ഷെ അത് നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഒന്നാമതായി ഉണ്ടാകുന്നുണ്ട്. രണ്ടാമത് എംപ്ലോയബിലിറ്റി സ്കില്ലിൻ്റെ വികസനമാണ്. അതിലൂടെ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ടീം വർക്ക്, പ്രോബ്ലം സോൾവിങ്, വർക്ക് പ്ലേസ് എത്തിക്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ട അവസരമാണ് ഒരു ഇൻറ്റേൺഷിപ്പിൽ വിദ്യാർത്ഥികൾ ലഭിക്കുന്നത്. അത് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാണ്, അത് ഇങ്ങനെ സ്വന്തം ക്യാമ്പസിൽ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം അവർക്ക് നഷ്ടപ്പെടുകയാണ്. മൂന്നാമതായിട്ട് ഇൻഡസ്ട്രി എക്സ്പോഷറാണ്. കാരണം ഓരോ ഫീൽഡിലുള്ള കുട്ടികളാവട്ടെ തങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഇൻഡസ്ട്രികളാണ് അവർ തിരഞ്ഞെടുക്കുക. പക്ഷേ ഇത്തരം സ്വന്തം ക്യാമ്പസിൽ കൂടെ തന്നെ ആകുമ്പോൾ തങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ജോലിയുടെ വർക്ക് കൾച്ചർ എങ്ങനെയായിരിക്കും, പ്രൊഫഷണൽ എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും, അവിടുത്തെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനുള്ള ആ ഏരിയയുമായി ബന്ധപ്പെട്ട എക്സ്പേർട്ടുകളുമായിട്ടുള്ള നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെയാണ് അതിലൂടെ നഷ്ടപ്പെട്ടു പോകുന്നത്. മാത്രമല്ല, നാലാമതായിക്കൊണ്ട് ഒരു കരിയർ ക്ലാരിറ്റി ലഭിക്കാനുള്ള അവസരമാണ് ഓരോ ഇൻറ്റേൺഷിപ്പുകളും. ആ ഒരു അവസരം കൂടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ അവർക്ക് നഷ്ടപ്പെടുന്നത്. എനിക്ക് ഈ ഒരു പ്രൊഫഷൻ സെറ്റാകുമോ, ഈ ഒരു കരിയർ എനിക്ക് സെറ്റാകുമോ എന്നൊക്കെ അവർക്ക് പരിശോധിക്കാൻ കിട്ടുന്ന അവസരമാണ്. അതൊക്കെ ഇതോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ്, നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടത്, നമ്മുടെ നാടുകളിൽ ഇത്രയും ക്യാമ്പസുകളിൽ നിന്നുള്ള കുട്ടികളെ ഉൾക്കൊള്ളാൻ മാത്രമുള്ള ഇൻറ്റേൺഷിപ്പ് സൗകര്യങ്ങളില്ല എന്നുള്ളത് കൂടി വസ്തുതയാണ്. അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങൾ ഓരോ ഇൻഡസ്ട്രി മേഖലകളും ഇത്തരം ഇൻറ്റേൺഷിപ്പിന് വരുന്ന ഇൻറ്റേൺസുകളെ സ്വീകരിക്കാനുള്ള രൂപത്തിലേക്ക് വളരേണ്ടതുണ്ട് എന്നുള്ളത് കൂടി ചേർത്ത് പറയുകയാണ്. കുട്ടികൾ പരമാവധി ഇൻറ്റേൺഷിപ്പുകളെ ഈ ഒരു സ്കില്ല്, ഈ പറഞ്ഞ ക്വാളിറ്റികളൊക്കെ ഉപയോഗപ്പെടുന്ന രൂപത്തിലേക്ക് ഇൻറ്റേൺഷിപ്പുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു.